In India, which one of the following is responsible for maintaining price stability by controlling inflation? Price stability maintain ചെയ്യുക, ഇൻഫ്ലേഷൻ കൺട്രോൾ ചെയ്യാം. ഇത് ആരുടെ റെസ്പോൺസിബിലിറ്റി ആണ്? ഇത് ഏത് ബോഡിയുടെ റെസ്പോൺസിബിലിറ്റി ആണെന്നാണ് ചോദിച്ചേക്കുന്നത്. ഇപ്പോൾ നമുക്കറിയാം ഡിപ്പാർട്ട്മെന്റ് ഓഫ് കൺസ്യൂമർ അഫയേഴ്സ് ഉണ്ട്, എക്സ്പെൻഡിച്ചർ മാനേജ്മെന്റ് കമ്മീഷൻ ഉണ്ട്, ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ആൻഡ് ഡെവലപ്മെന്റ് കൗൺസിൽ ഉണ്ട്, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഉണ്ട് നമ്മുടെ ഓപ്ഷൻസിൽ. ഇതിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഫസ്റ്റ് എലിമിനേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ് എക്സ്പെൻഡിച്ചർ മാനേജ്മെന്റ് കമ്മീഷൻ. ഇതൊരു ഒരു എക്സ്പെൻഡിച്ചറിനെ മാനേജ് ചെയ്യാനുള്ള കമ്മീഷനാണ്. അവിടെ നത്തിങ് സ്പെസിഫിക് ടു പ്രൈസ് സ്റ്റെബിലിറ്റി ഓർ കൺട്രോളിങ് ഇൻഫ്ലേഷൻ. പിന്നെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഡിപ്പാർട്ട്മെന്റ് ഓഫ് കൺസ്യൂമർ അഫയേഴ്സ് ഉണ്ട്, ഒന്ന് കൺസ്യൂമർ റിലേറ്റഡ് ആയിട്ടുള്ളതുണ്ട്. പിന്നെ സ്പെസിഫിക്കലി നമുക്ക് കീവേഡ് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ആൻഡ് ഡെവലപ്മെന്റ് കൗൺസിലുണ്ട്, FSDC. പിന്നെ ഉള്ളത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. ഡിപ്പാർട്ട്മെന്റ് ഓഫ് കൺസ്യൂമർ അഫയേഴ്സ് നമുക്കറിയാം കൺസ്യൂമർ അല്ലെങ്കിൽ കൺസ്യൂമർ ഗുഡ്സ് സ്പെസിഫിക്കലി എസെൻഷ്യൽ കമ്മോഡിറ്റീസിൻ്റെ പ്രൈസ് സ്റ്റെബിലൈസ് ചെയ്യാനും അല്ലെങ്കിൽ ആ എസെൻഷ്യൽ കമ്മോഡിറ്റീസിൻ്റെ പ്രൈസ് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ടും ഇൻഫ്ലേഷൻ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് കൺസ്യൂമർ അഫയേഴ്സ്. അതിന് ഒരു ചെക്ക് നടത്തിക്കൊണ്ടിരിക്കുക എന്നുള്ളതാണ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് കൺസ്യൂമർ അഫയേഴ്സിൻ്റെ. അവിടെ മേജർലി ഫോക്കസ് വന്നിരിക്കുന്നത് എസെൻഷ്യൽ കമ്മോഡിറ്റീസിനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ മെയിൻറ്റെയിൻ പ്രൈസ് സ്റ്റെബിലിറ്റി ആൻഡ് കൺട്രോളിങ് ഇൻഫ്ലേഷൻ കൺട്രോൾ ചെയ്യുക എന്നുള്ളൊരു ഫംഗ്ഷൻ ഡിപ്പാർട്ട്മെന്റ് ഓഫ് കൺസ്യൂമർ അഫയേഴ്സിന് വരുന്നില്ല. അവിടെ കൂടുതലും എസെൻഷ്യൽ കമ്മോഡിറ്റീസിൻ്റെ പ്രൈസ് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് കൺസ്യൂമർ അഫയേഴ്സിന്. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് നമുക്ക് ഒഴിവാക്കാം. പിന്നെ എക്സ്പെൻഡിച്ചർ മാനേജ്മെന്റ് കമ്മീഷൻ നമ്മൾ ഓൾറെഡി ഇനിഷ്യലി ഒഴിവാക്കി. പിന്നെ FSDC നമുക്ക് കൺഫ്യൂസിംഗ് ആയിട്ട് വരുന്നതാണ് ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ആൻഡ് ഡെവലപ്മെന്റ് കൗൺസിൽ. ഇവിടെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത് ഫിനാൻഷ്യൽ സിസ്റ്റത്തിന്റെ സ്റ്റെബിലിറ്റിയാണ്. ഫിനാൻഷ്യൽ റെഗുലേറ്ററി ബോഡീസിന്റെ തമ്മിലുള്ള ഒരു ഇന്റർ കോർഡിനേഷൻ അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെന്റൽ കോർഡിനേഷൻസ്, റെഗുലേറ്ററി ബോഡീസ് തമ്മിലൊരു കമ്മ്യൂണിക്കേഷൻ ആൻഡ് കോർഡിനേഷൻസ് എൻഷുർ ചെയ്യുക. പിന്നെ ഒരു സിസ്റ്റം ഡെവലപ്മെന്റ്, ഫിനാൻഷ്യൽ സിസ്റ്റത്തിന്റെ ഓവറോൾ ഡെവലപ്മെന്റ്, അതിന്റെ സ്റ്റെബിലിറ്റി മെയിൻറ്റെയിൻ ചെയ്യുക. പിന്നെ എന്താ പറയുക മേജർ ബാങ്ക് റിലേറ്റഡ് ആയിട്ടുള്ളതോ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ ഫെയിലിയറോ കാരണങ്ങളോ ഒന്നും സിസ്റ്റത്തിന് ബാധിക്കുന്നില്ല എന്നൊക്കെ ഉള്ള ഒരു രീതിയിൽ ഫിനാൻഷ്യൽ സിസ്റ്റം ആണ് അവിടെ മാനേജ് ചെയ്യുന്നത്. അല്ലാതെ നമുക്ക് മെയിൻ പ്രൈസ് എന്നുള്ളൊരു മേജർ ഫാക്ടറിലേക്ക് പ്രൈസ് സ്റ്റേബിൾ ആക്കി വെക്കുക, ഇൻഫ്ലേഷനെ കൺട്രോൾ ചെയ്യുക എന്നുള്ളൊരു ഒരു ഒബ്ജക്റ്റീവിലേക്ക് FSDC വരുന്നില്ല. അപ്പോൾ C നമുക്ക് ഒഴിവാക്കാം. പിന്നെ നമുക്കറിയാം RBIയുടെ 2016 മോണിറ്ററി പോളിസി കമ്മിറ്റി അല്ലെങ്കിൽ മോണിറ്ററി പോളിസി പ്രകാരം RBIയുടെ മേജർ ഫംഗ്ഷനാണ് പ്രൈസ് സ്റ്റെബിലിറ്റി എൻഷുർ ചെയ്യുക. അതേസമയം ഒന്ന് ഇൻഫ്ലേഷൻ ടാർഗറ്റിംഗ് എന്ന് സിംപ്ലി പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഫ്ലേഷൻ കൺട്രോളിന് നിർത്തുക. അതായത് 4 ± 2 എന്നുള്ള ബാൻഡിൽ ഇൻഫ്ലേഷൻ ടാർഗറ്റ് ചെയ്യുക. അതേപോലെ തന്നെ ഗ്രോത്ത് എൻഷുർ ചെയ്യുക. അപ്പോൾ അവിടെ വരുമ്പോഴത്തേക്കും കൺട്രോൾ ഇൻഫ്ലേഷനും പ്രൈസ് സ്റ്റെബിലിറ്റിയും RBIയുടെ ഫംഗ്ഷനായിട്ട് വരും. അതുകൊണ്ട് തന്നെ RBI ആണ് അവിടെ ആൻസർ ആയിട്ട് വരിക.